ഹായ് ഹലോ. എങ്ങനെയാണ് ഞാൻ എൻ്റെ ക്രോഷ്യോ പ്രൊഡക്ട്സിന് പ്രൈസിങ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങളൊരു ക്രോഷ്യോ ആർട്ടിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ക്രോഷ്യോ ബിഗിനർ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ അതിന് വില നിർണ്ണയിക്കുക എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളൊരു ക്രോഷ്യോ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, പക്ഷെ സ്റ്റിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ഇതിന് ഇപ്പം ഇത്രയും വില വരാനുള്ള കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ രണ്ടു കൂട്ടർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. ഞാൻ യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് സെർച്ച് ചെയ്തു, പക്ഷെ എനിക്കൊന്നും എവിടെയും കിട്ടിയില്ല കേട്ടോ. ആരും അത് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിട്ട് കണ്ടില്ല. അപ്പൊ നമുക്ക് ഈ ഒരു പ്ലേസ്മാറ്റിനെ ബേസ് ചെയ്തിട്ട് സംസാരിക്കാം. നിങ്ങളുടെ ക്രോഷ്യോ പ്രൊഡക്റ്റ് എന്തും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. വേറൊരാളുടെ അടുത്ത് പോയിട്ട് ഞാനിതിന് എത്രയാ റേറ്റ് ഇടണ്ടേ ഒന്ന് പറഞ്ഞു തരൂ അങ്ങനെയൊന്നും ചോദിക്കാതെ തന്നെ നമുക്കത് കൺവെൻഷനൽ ആയിട്ട് എങ്ങനെ എന്താ പറയാ അക്യുറേറ്റ് ആയിട്ട് പ്രൈസിങ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 6 പ്ലേസ് മാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 200 grams ഓഫ് yarn ആണ് കേട്ടോ. നമുക്ക് ഈ വീഡിയോനെ 3-4 പാർട്ടായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ലേബർ ചാർജ്, അതായത് എത്ര ടൈം എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്, പ്ലസ് പ്രോഫിറ്റ്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 200 grams ഓഫ് യാണ് യൂസ് ചെയ്തിട്ടാണ് 6 പ്ലേസ് മാറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു 100 gram സോറി 100 gram വൂളിന് പറഞ്ഞത്, അതായത് ത്രെഡിന് പറഞ്ഞത് 100 rupees ആണ് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് വന്നു, 200 gramsന് 200 rupees എന്ന് വന്നു അല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്ലേസ് മാറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 33 രൂപയാണെന്ന് വരും കേട്ടോ. അറൗണ്ട് 33 രൂപയാണ് നമുക്ക് ഒരു മാറ്റമേ വരുന്ന മെറ്റീരിയൽ കോസ്റ്റ്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലേബർ കോസ്റ്റ് ആണ്. അതായത് ഞാനിപ്പോൾ ഈ ഒരു പ്ലേസ്മാറ്റ് സിംഗിൾ പ്ലേസ്മാറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. ഇപ്പം നമ്മൾ ഒരു കേരള മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ലേബർ ചാർജ് നോക്കുകയാണെങ്കിൽ ഒരു 80 to 200 rupees ആണ് നമ്മുടെ 1 hourന് നമുക്ക് ഫെയർ ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു വളരെ ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് 80 രൂപ ചാർജ് ചെയ്യാം. നിങ്ങളുടെ സ്കിൽ ലെവലിന്റെ അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് അനുസരിച്ച് നിങ്ങൾക്ക് 80 തൊട്ട് 200 rupeesന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ ആയിട്ട്, നിങ്ങളുടെ ഒരു മണിക്കൂറിന്റെ വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് ഇടാം. ഞാനിവിടെ അതൊരു 100 rupees ഇടുന്നുണ്ട് കേട്ടോ. 100 rupees ഇടുമ്പോൾ ഒരു മാറ്റിന്റെ വർക്കിംഗ് കോസ്റ്റ്, അതായത് അതിന്റെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 2.5 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2.5 മണിക്കൂർ, ഒരു മണിക്കൂറിന് 100 രൂപ എന്ന് കണക്കാക്കുമ്പോൾ 2.5 മണിക്കൂറിന് എനിക്ക് എത്ര വന്നു, 230 rupees വന്നു കേട്ടോ. എൻ്റെ ഒരു പ്ലേസ് മാറ്റിന് എനിക്ക് 230 rupees ആണ് വരിക. ടോട്ടൽ ഞാൻ ഈ ഒരു 6 പ്ലേസ് മാറ്റ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള സമയം 14 മണിക്കൂർ, ഓൾമോസ്റ്റ് 14-15 മണിക്കൂറാണ്. 14 മണിക്കൂറിന് എടുത്തോളൂ അറൗണ്ട്. അപ്പൊ 14 മണിക്കൂറിന് ഒരു മണിക്കൂർ 100 രൂപ വെച്ചിട്ട് എത്ര വന്നു, 1400 രൂപ വന്നു കേട്ടോ. അപ്പൊ നമുക്ക് കോസ്റ്റ് മാത്രം കണക്കാക്കുകയാണെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് 33 രൂപ പ്ലസ് ലേബർ ചാർജ് 230 രൂപ, അങ്ങനെ ഒരു മാറ്റുമേ 263 രൂപ കോസ്റ്റ് വന്നു. ഇത് കോസ്റ്റ് ആണ്, കോസ്റ്റ് വന്നു. അങ്ങനെ സെറ്റിന് കണക്കാക്കുമ്പോൾ അത് എത്ര വരും, 1580 രൂപ വരും അറൗണ്ട്. അതായത് ഈ 6 പ്ലേസ് മാറ്റിന്റെ കോസ്റ്റ് ആണ് ഞാൻ പറയണത് 1580 രൂപ. ഇനി നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണക്കാക്കണം. സെല്ലിംഗ് പ്രൈസ് കണക്കാക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റോ നമ്മുടെ പ്രൊഡക്റ്റ് കോസ്റ്റ്, അതിന്റെ കോസ്റ്റിന് നമ്മൾ സെല്ല് ചെയ്യില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതൊന്നും ഒരു പ്രോഫിറ്റ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ അതിനകത്ത് നമ്മുടെ പ്രോഫിറ്റ് ആഡ് ചെയ്യണം, അതിന്റെ പാക്കേജിങ് വാല്യൂ, നമ്മുടെ സ്കില്ലിനുള്ള ഒരു വാല്യൂ, അതൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 20% തൊട്ട് 50% വരെ പ്രോഫിറ്റ് ആഡ് ചെയ്യാം. നിങ്ങളുടെ യുക്തി പ്രകാരം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പോൾ എനിക്ക് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 1800 rupees to 2200 rupees വരെ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് തീരുമാനിക്കാം. പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഒരു 20% തൊട്ട് ഒരു 50% വരെ പ്രോഫിറ്റ് കണക്കാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1800 രൂപ തൊട്ട് 2200 രൂപ വരെ ഉള്ള റേറ്റിൽ എനിക്ക് സെല് ചെയ്യാം. അപ്പോൾ ഒരു ഗുഡ് പ്രൈസ് എന്നുള്ള രീതിക്ക് 1999, അതായത് 1999 രൂപ, നമ്മൾ അങ്ങനെയാണല്ലോ മാർക്കറ്റ് ചെയ്യുമ്പോൾ 499 രൂപ, 399, അതൊരു സൈക്കോളജിക്കൽ പ്രൈസിങ് ആണ്. ആ ഒരു റേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, ഞാനത് അധികം സജസ്റ്റ് ചെയ്യില്ല, എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രൊഡക്റ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള സംഗതികൾക്ക് ഓൺലൈൻ വെബ്സൈറ്റ്സിൽ, ഇൻസ്റ്റാ പേജിലോ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ
മിൻട്ര അങ്ങനത്തെയൊക്കെ സൈറ്റ്സിൽ പോയിട്ട് എത്രയാണ് അവർ ഇട്ടിരിക്കുന്ന റേറ്റ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനെ നമ്മൾ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ യൂസ് ചെയ്തിരിക്കുന്ന യാണ് അവരുടെ എക്സ്പെർട്ടൈസ്, അവർ എത്ര നേരം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ വേറെ ആയിരിക്കും. നമ്മുടെ ആയിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പം അതിനെ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ ഈ ഒരു കൺവെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് തന്നെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ അതിൻ്റെ കോസ്റ്റിൽ നിന്ന് താഴെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് സമയമെടുത്ത് നിങ്ങളുടെ അത്രയും ക്ഷമ, നമുക്ക് എത്രത്തോളം പേഷ്യൻസ് ഇതുപോലത്തെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി വരും എന്നുള്ളത് നിങ്ങളത് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ. നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിക്കുക. അത്രയും പേഷ്യൻസിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സംഗതി ആ ഒരു കോസ്റ്റിന്റെ താഴെ സെല്ല് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വൺസ് ഇത് പോട്ടെ, കയ്യിൽ നിന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കോസ്റ്റിനൊക്കെ താഴെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 ഓർഡേഴ്സ് ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ എൻഡ് റിസൾട്ട് എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബേൺ ഔട്ട് ആവും. നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ടൊരു താല്പര്യം ഉണ്ടാവില്ല. നമ്മുടെ എഫേർട്ടിനും സമയത്തിനും വാല്യൂ ഉണ്ട്. അത് അതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഗതി. അപ്പൊ അതിന്റെ വാല്യൂ നിങ്ങൾ സ്വയം കുറയ്ക്കാതിരിക്കുക. പിന്നെ ഇത് കാണുന്ന ബയേഴ്സിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സിന് ഇത്രയും വില വരുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്റ്റിൽ നിങ്ങൾക്ക് ഇവരെന്ത് പൈസയാണ് വാങ്ങുന്നത്, എന്ത് കത്തി പൈസയാണ് ഇതിന് എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്കത് വേണം എന്നാൽ നിങ്ങൾ ചിന്തിക്കുകയാണ് ഇത് വളരെ ഓവർ പ്രൈസ്ഡ് ആണെന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാ, നിങ്ങൾ അതൊന്ന് മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ആ ക്രാഫ്റ്റ് നിങ്ങളൊന്ന് മാസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആവട്ടെ, ഒരു കീ ചെയിൻ ആവട്ടെ, ഒരു മാറ്റ് ആവട്ടെ, വോട്ട് എവർ, ഒരു ക്യാപ്പ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വളരെ ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റം നിങ്ങളൊന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഷുവറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ടും സജഷൻസും ഒക്കെ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ പ്രൈസിങ് വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമോ. താങ്ക് യു.